അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ്. കൂടുതൽ ആളുകളും അറിഞ്ഞിട്ടുള്ളതുപോലെ ഒരു മതവിരോധിയായിട്ടുള്ള നമ്മുടെ ചാനലിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സംവാദ വെല്ലുവിളിയുമായി രംഗത്ത് വന്നതുകൊണ്ടാണ് അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസിന്റെ നിലപാടുകൾ പറയുക, അല്ലെങ്കിൽ ബാക്കി സംവാദവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ചർച്ചകളിൽ നമ്മുടെ നിലപാടുകൾ പറയുക എന്നുള്ളതാണ്. അതുപോലെ അതിന്റെ തുടർച്ചയായി എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യമായി നമ്മൾ ഈ സംവാദ വെല്ലുവിളി ഏറ്റെടുക്കുന്നതും അതിന്റെ തുടർന്നുള്ള മറ്റ് ചർച്ചകൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇത്തരം ഒരു സംവാദത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള സാഹചര്യം നമ്മൾ ചിലപ്പം മിക്ക ആളുകൾക്കും അറിയുണ്ടാവും, എന്നാലും ചാനലിലേക്ക് പുതിയ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ ഇത്തരം ഒരു സംവാദത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് നമുക്കറിയാം. ഏകദേശം 2 മാസത്തോളം അല്ലെങ്കിൽ 2.5 മാസം 3 മാസം മുമ്പാണ് നമ്മൾ ഈ വ്യക്തിയുമായി തന്നെ, ആരിഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി തന്നെ ഒരു ഓൺലൈനിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഖണ്ഡന പരമ്പര നടക്കുകയുണ്ടായിട്ടുള്ളത്. ഫൈൻ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവ വിശ്വാസം അത് യുക്തിപരമായി സ്ഥാപിക്കാൻ സാധിക്കും എന്ന വിഷയം നമ്മൾ വളരെ കൃത്യമായി പ്രസന്റ് ചെയ്യുകയും അതിനോട് അദ്ദേഹം മറ്റൊരു സയൻസ് അറിയാവുന്ന മറ്റൊരു വ്യക്തിയുമായി ചേർന്നുകൊണ്ട് അതിനോട് പ്രതികരിച്ചു. ഞങ്ങൾ വീണ്ടും അതിനോട് പ്രതികരിച്ചു, വീണ്ടും അദ്ദേഹം പ്രതികരിച്ചു. അങ്ങനെ 3 റൗണ്ടോളം അത്തരത്തിലുള്ള ഒരു സംവാദം അല്ലെങ്കിൽ ആശയപരമായ ഒരു ഖണ്ഡനം നടക്കുകയുണ്ടായി. അവസാനം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായി അതിന് മറുപടി പറയാൻ സാധിക്കാതെ കുറെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ നമ്മൾ നെയിം കോളിംഗ് ചെയ്യുക, ചാപ്പൂത്തുക, അതുപോലെ തന്നെ പലതരത്തിലുള്ള പേരുകൾ വിളിക്കുക, ഇതൊക്കെയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ആ ഒരു ആഘാതത്തിൽ നിന്നും, ആ ഒരു കാര്യത്തിൽ നിന്നും, ആ ഒരു അനുഭവത്തിൽ നിന്നും, അതിന്റെ ഒരു കയ്പിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാതെ വീണ്ടും കുറച്ച് റീലുകളൊക്കെ ഇറങ്ങിയപ്പോൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ച തലയിൽ ആപ്പിൾ വീണ ന്യൂട്ടണും ചക്ക വീണ മതവിരോധിയും എന്ന പേരിലുള്ള ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. അതിൽ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളുടെ, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം പരിഹാസ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അത് ഇപ്പോൾ തന്നെ ഒരു 7 ദിവസം കൊണ്ട് തന്നെ 25,000-ഓളം ആളുകൾ കാണുന്ന രൂപത്തിലും അതിന് ഒരു കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടായി. ഇതാണ് ആ ഒരു ഭാഗത്ത് നമുക്കുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംവാദ വെല്ലുവിളിയുമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. സംവാദ വെല്ലുവിളി എന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ പല രൂപത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഈ വിഷയം നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാലോ, അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് വരാം എന്ന് പറയുകയുണ്ടായി. അതേപോലെ തന്നെ അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ മറ്റൊരു സീരീസ് കൂടി തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ സീരീസ് നിങ്ങൾക്ക് ഓൾറെഡി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലൈ എക്സ്പോസ്റ്റ്, മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഇവരൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രത്യേകിച്ചും പറയുന്ന നുണകളുടെ ഒരു സീരീസ്. ആ നുണകൾ കാണിക്കുക, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഖുർആനിലുള്ളത്, അല്ലെങ്കിൽ ഇവർ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ പൂർണ്ണ ഭാഗം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ, അത്തരത്തിലുള്ള ഒരു സീരീസ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യവും നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ തുടങ്ങി. ആ ഒരു സീരീസ് ഇപ്പം റണ്ണിങ് ആണ്. 5 നുണകളാണ് നമ്മൾ ഇതുവരെ പൊളിച്ചിട്ടുള്ളത്. ആ നുണകൾ അതേപോലെ തന്നെ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ നുണകൾ പൊളിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവരുടെ യഥാർത്ഥ മുഖം, ഇവരെത്രത്തോളം വലിയ നുണപ്രചാരകരാണ് എന്നുള്ളത് ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പൊളിക്കാൻ തുടങ്ങിയിട്ടുള്ള 1ാമത്തെ നുണ, അതായത് ഈ വ്യക്തിയുടെ നുണയായിരുന്നു നമ്മൾ ആദ്യം പൊളിച്ചിരുന്നത്. ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുള്ള പ്രവാചകൻ ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു എന്ന ഒരു നുണയായിരുന്നു നമ്മൾ ആദ്യമായി തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതില് നമ്മൾ ആ ഒരു കാര്യം എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ ആരിഫ് പറഞ്ഞിട്ടുള്ള ആ ഒരു നുണയുടെ ആ ഒരു ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. എന്താണ് ആരിഫ് പറഞ്ഞിട്ടുള്ളതെന്നും നമ്മൾ ആ നുണ പൊളിച്ചതോടുകൂടി പിന്നെന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും. കാരണം ഇത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ എല്ലാവരും കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സംവാദത്തിലേക്ക് എത്തി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരിഫ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ ഒരു സാഹചര്യം ഒന്നുകൂടി ജസ്റ്റ് ഒരു സെന്റൻസിൽ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ ഒരു വീട് എന്നൊക്കെ ഉണ്ട് ഹദീസിൽ, അതൊക്കെ പോട്ടെ, ഒരു തോട്ടത്തിൽ പോയി ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഇതാണ് ഇദ്ദേഹത്തിന്റെ വാദം. നമ്മൾ പറഞ്ഞു അവിടെ
പിന്നെ അങ്ങനെ ഒരു കയറി പിടിക്കുക എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു പെണ്ണിനോട് പെണ്ണിനെ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ ആ പെണ്ണാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്ത സ്വന്തം ഭാര്യയാണ് എന്ന് നമ്മൾ ഈ ഒരു നുണ, അതായത് ഭാര്യയുടെ അടുത്ത് പോയതിനാണ് ഏതോ പെണ്ണിന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പറഞ്ഞു. ആ പച്ച നുണ പറഞ്ഞ് നമ്മൾ പിടിച്ചു, കയ്യോടെ പിടിച്ചു, ഹദീസുകൾ നേരിട്ട് കാണിച്ചു. അതിന് ആദ്യം അദ്ദേഹം ആ പറഞ്ഞ നുണ ആദ്യം നമ്മൾ കാണുക, അതിനുശേഷം നമുക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. പ്രകടിപ്പിച്ച റസൂൽ എന്താ ചെയ്തത്? അപ്പോൾ അതും വളരെ പ്രസക്തമാണ്, മാതൃകയാണ്. നമ്മൾ പറയുന്നത് ഈ വിമർശനത്തിൽ മാതൃക ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്തിട്ടും പെണ്ണിന് താല്പര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ, അല്ല ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എന്റെ വാപ്പ എനിക്ക് വിവാഹം ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുന്നേ പറ്റുള്ളൂ, എനിക്ക് കീഴൊഴിഞ്ഞേ പറ്റുള്ളൂ എന്നല്ല റസൂൽ പറയുന്നത്. മറിച്ച് അങ്ങനെ വിവാഹം ചെയ്തതിന് ശേഷമാണെങ്കിലും നിക്കാഹിന് ശേഷമാണെങ്കിലും താല്പര്യമില്ലെങ്കിൽ വളരെ മാന്യമായി പാരിതോഷികങ്ങൾ അടക്കം കൊടുത്തുകൊണ്ട് വളരെ ഏറ്റവും മാന്യമായി തിരിച്ചയക്കുക. അതായത് വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ പിന്നെ താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ മറ്റൊന്നും മറുത്തു പറയാതെ, ഇവൻ അവർ കുറച്ച് ഹാർഷായ രൂപത്തിൽ ഇങ്ങോട്ട് പെരുമാറിയിട്ട് പോലും തിരിച്ചൊരു വാചകം പോലും പറയാതെ ഏറ്റവും മാന്യമായി തിരിച്ചയച്ച ഒരു സംഭവമാണിത്. ആ സംഭവത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനോളം ഇതൊക്കെ ഇവരുടെ വെളുപ്പിക്കൽ ശ്രമം മാത്രമാണ് കേട്ടോ. ഇതിങ്ങനെയൊന്നും അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ഇതങ്ങനെയൊന്നും അല്ല നടന്നിട്ടുള്ളത്. നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക. നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് ആട്ടിവിടുകയാണ്. പുല്ലേ താൻ ആരാന്നാണ് ഈ ചോദിക്കുന്നത്? പച്ചത്തെറി, നമ്മള് ടോമി സെബാസ്റ്റ്യന്റെ ഭാഷയെ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. താൻ ആരാ? താൻ ഏത് കോപ്പിലെ പ്രവാചകനാണേലും മേത്തുനിന്ന് കൈയെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെളിയിച്ച് കാണിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പിടിച്ച നുണ. വളരെ കൃത്യമായി നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, അതിൽ ഹദീസുകൾ എണ്ണി എണ്ണി കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ നുണ പൊളിച്ചിട്ടുള്ളത്. ഈ നുണ പൊളിച്ചതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മറ്റൊരാൾ പറയാണ്, ഇവിടെ ശരിക്കും മനസ്സിലാക്കണം ഈ ഒരു പിന്നെ വിമർശനത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു. നമ്മൾ പറഞ്ഞു ഏതോ പെണ്ണല്ല, സ്വന്തം ഭാര്യയെയാണ് സമീപിച്ചത്. ഒന്ന് ആലോചിക്കണം, അതിന് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതോ പെണ്ണിനെ സമീപിച്ചു, സ്വന്തം ഭാര്യയെ, നിക്കാഹ് ചെയ്ത ഭാര്യയെ സമീപിച്ചു. ഇതാണ് വ്യത്യാസം. എന്നിട്ട് ഇത് നമ്മുടെ ഈ നുണ പൊളിച്ചതോടുകൂടി പിന്നെ വന്നിട്ടുള്ള അതിനുള്ള ഒരു മറുപടി നിങ്ങൾ കേട്ടോളൂ. ഈ പറഞ്ഞ മതവിരോധികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മറ്റൊരാൾ പറയുകയാണ്. ആ മറുപടി കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണേ, കൃത്യമായിട്ട് കേൾക്കണം. ാണ് ഇനി ഇവരിതിൽ ഒന്നും പറയാനില്ല. ഞാന് പിന്നെ ഈന്തപ്പനത്തോട്ടത്തിലെ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളത് പറയാതെ ഒന്നുമല്ല വിമർശനം നടത്തുന്നത്. അപ്പൊ അതവിടെ പഴയ വീഡിയോ ആണ്, അവിടെ കിടക്കുന്നുണ്ട്. നുണ പൊളിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ ഇറക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോഴേക്ക് ഇറക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒന്നാമത്തെ നുണയുടെ കാര്യം ഇത്. ഒന്നാമത്തെ നുണ നമ്മൾ പൊളിച്ചിട്ടുള്ള ഒന്നാമത്തെ നുണയുടെ കാര്യമാണിത്. മുഹമ്മദ് നബി ഏതോ പെണ്ണിനെ സമീപിച്ചു. ഞങ്ങൾ പറഞ്ഞു ഏതോ പെണ്ണല്ല, സ്വന്തം ഭാര്യയാണ്. അത് പൊളിച്ച് ഒന്നാമത്തെ നുണയുടെ പൊളിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞതോടുകൂടി ഇവരുടെ ഭാഗത്ത് വന്ന മറുപടിയാണിത്. അത് കല്യാണം കഴിച്ചതാണെന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ അങ്ങനെ പറയാതിരുന്നിട്ടൊന്നുമില്ല. ആലോചിക്കുക, ഈ വിമർശനത്തിന്റെ ഒരു വ്യത്യാസം. ഏതോ പെണ്ണിനെ സമീപിച്ചു, സ്വന്തം ഭാര്യയെ സമീപിച്ചു. ഇതാണ് അവസ്ഥ. കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളത് പറഞ്ഞിരിക്കണം. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളത് പറയാതെ ഒന്നുമല്ല. അപ്പോ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. മറ്റയാളെന്താ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞു എവിടെ തെളിവ്? ഏതോ പെണ്ണിനെ. ഒന്ന് ആലോചിച്ചോക്കെ, ഇതിൽ ആരാണ് നുണ പറയുന്നത്? എന്തായാലും ഒരാൾ നുണ പറയുന്നത് ഉറപ്പാണല്ലോ. സംവാദത്തിലേക്കൊക്കെ എത്താം, സംവാദത്തിലേക്ക് തന്നെ എത്തണം, നിർബന്ധമായിട്ട് സംവാദത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലെപ്പോ ഏതായാലും ഒരാൾ നുണ പറയുന്നു ഉറപ്പാണല്ലോ. ഒരാൾ പറയുന്നു ഏതോ പെണ്ണിനെ സമീപിച്ചു, മറ്റാൾ പറയുന്നു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ ആരാണ് നുണ പറയുന്നത്? ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? പറയണം. ഈ മതവിരോധികളെ വിശ്വസിക്കണം എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൃത്യമായി പറയണം. ഒരാൾ പറയുന്നു വിവാഹം കഴിച്ചിട്ടില്ല, മറ്റയാൾ പറയുന്നു വിവാഹം കഴിച്ചു, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആരെ വിശ്വസിക്കണം? ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശദീകരിക്കും. ഇതാണ് ഇപ്പം ഹാലിളകാൻ കാരണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും കൂടി കേൾക്കാം. ഇവര് വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കും. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെളിയിച്ച് കാണിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. പോയത് ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണ്. ഇനി ഇവരിതിൽ ഒന്നും പറയാനില്ല. ഞാന് പിന്നെ ഈന്തപ്പനത്തോട്ടത്തിലെ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളത് പറയാതെ ഒന്നുമല്ല വിമർശനം നടത്തുന്നത്.
അപ്പൊ അതവിടെ പഴയ വീഡിയോ ആണ്, അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കും. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കും. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ എനിക്ക് ചിലപ്പം വരുമായിരിക്കും, ഒന്ന് വിവാഹമാണ് മറ്റേത് കല്യാണമാണെന്നൊക്കെ വരും, കുറച്ചോന്നറിയാം. ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ ഓല തന്നെ സംസാരിച്ചൊന്ന് തീരുമാനാക്കിയല്ലേ എളുപ്പമായിരിക്കും. അപ്പൊ ഏതായാലും ഒരു കാര്യം മനസ്സിലായല്ലോ, പിന്നെ രണ്ടിലും ഒരാൾ നുണ പറയുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരാൾ പറയുന്നു വിവാഹം കഴിഞ്ഞു, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാൾ പറയുന്നു വിവാഹം കഴിഞ്ഞു എവിടെ തെളിയും. അപ്പൊ ഏതായാലും ഇതാണ് ഞങ്ങളെ ഒന്നുമില്ല കേട്ടോ, ഇത് ഇവര് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ നുണകൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആകെ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായി പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും ജോലിയുള്ളവരാണ്, പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ തിരക്കിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ പിന്നാലെ പോകാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരാഴ്ച ജസ്റ്റ് ഒന്ന് പിന്നാലെ കൂടി, ഒരാഴ്ച എടുത്ത് ആകെ 5 നുണകൾ മാത്രം. 5 നുണ എന്ന് വെച്ചാൽ അതിൽ തന്നെ പെരിഫറലായിട്ട് വേറെയും കുറെ നുണകളുണ്ട്. എന്നാലും അത് മാത്രം പിടിച്ചൊന്ന് കുടഞ്ഞപ്പോ അതിന്റെ ഒന്നാമത്തെ നുണയുടെ കഥയാണിത്. ഒന്നാമത്തെ നുണയുടെ കഥയാണ്. ഇനിയും കുറെ നുണകൾ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇനി ചാനലിലെ അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട്. ഇതിനേക്കാൾ വലിയ നുണകൾ പിടിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ പറക്കാതിരിക്കുക. നമ്മൾ ഇറക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. അപ്പൊ ഇതാണ് സംവാദത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ സംവാദത്തിലേക്ക് നയിക്കാനുള്ള മറ്റൊരു ഇത് സ്വന്തമായി തന്നെ പിന്നെ മെനഞ്ഞെടുത്തുകൊണ്ട് പിന്നെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പിന്നെ ഒരു അടിവാങ്ങലാണ്. രാഹുൽ ഈശ്വറുമായി നടത്തിയിട്ടുള്ള ഒരു സംവാദം കൂടി ഇതിന്റെ കൂടെ ഓൾറെഡി ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മളുടെ ഭാഗത്തുള്ള ഒരു നുണപിടിക്കൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രാഹുൽ ഈശ്വറുമായി ഇയാൾ തന്നെ പോയി അങ്ങോട്ട് പോയി ഒരു സംവാദം നടത്തി. അതിലാകട്ടെ പിന്നെ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു തേഞ്ഞു നോക്കുക, ആ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സംഭവിച്ചത്. അപ്പൊ അതാകട്ടെ നമ്മളത് റിയാക്ട് ചെയ്യുകയും ചെയ്തു. റിയാക്ട് ചെയ്ത് ഓരോന്നും പോസ്റ്റ് ചെയ്ത് അതിന്റെ അവസ്ഥയും കൂടി പറഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രയാസത്തിലായി. എന്താ ഇനി പറയാ, ഒരു ഭാഗത്ത് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളും സ്വന്തം തലയിൽ വീണ ചക്കയുണ്ട്, മറുഭാഗത്ത് പച്ച നുണ പറഞ്ഞത് സ്വന്തം പാളയത്തിലുള്ള ആളുകൾ പോലും അത് നുണയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിന്റെ കൂടെ ഇതെല്ലാത്തിന്റെയും കൂടെ അല്ലെ, എല്ലാത്തിന്റെയും കൂരിന്റെ മേലെ ഗുരു എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഇടയിൽ ഒരു രാഹുൽ ഈശ്വറുമായി സ്വന്തമായി ഒരു സംവാദം ഉണ്ടാക്കി, അതും കൂടി കഴിഞ്ഞു. അപ്പൊ ഇതാണ് സംവാദത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രപ്പോസലുകളും നമ്മുടെ അതിനുള്ള പ്രതികരണവുമാണ് ഇനി അടുത്തതായി നമുക്ക് പോകുന്നത്. ഇവിടെ സംവാദം നമുക്കറിയാം, സംവാദത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ നിലക്കും ആശയപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് എപ്പോഴും റെഡിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ആശയപരമായ കൃത്യമായ വ്യവസ്ഥകളോടുകൂടി വാദങ്ങളും മറുവാദങ്ങളും വെച്ചുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് UA ടീം റെഡിയാണ്, ഇനിയും റെഡിയാണ്, ഇപ്പൊ എല്ലാ കാലത്തും റെഡിയാണ്. പക്ഷെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പിന്നെ ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി പറയാണ്, ഈ ഇദ്ദേഹവുമായി തന്നെ ഒരു നിലനിൽക്കുന്ന ഒരു സംവാദ വെല്ലുവിളിയുണ്ട്. അതുകൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈൻ ട്യൂണിങ്ങുമായി മൾട്ടിവേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നമ്മൾ ഓൾറെഡി ഒരു സംവാദത്തിന് വെല്ലുവിളിച്ച് നിൽക്കുകയാണ്, അത് ഏറ്റെടുക്കാതെ കാത്തിരിക്കുകയാണ്. അതിൽ നമ്മൾ പറഞ്ഞ വെല്ലുവിളി ഇതാണ്. മുസ്ലിം പക്ഷം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ആ 2-3 വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. അപ്പൊ അവസാനം തലയിൽ ചക്ക വീണ അവസാനം അവിടെ നിൽക്കുകയാണ്. അതിന് പിന്നെ മറുപടികൾ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ തലയിൽ ചക്ക വീണ ആ ഒരു വിഷയം മുസ്ലിം പക്ഷത്തിന് ഫൈൻ ട്യൂണിങ് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവാണ് എന്ന് നമ്മുടെ വാദവും, ഫൈൻ ട്യൂണിങ് ദൈവമുണ്ട് എന്നതിന് തെളിവല്ല എന്ന് മറുഭാഗവും പറയുന്ന ഒരു സംവാദത്തിന് നമ്മൾ വെല്ലുവിളിച്ചിരുന്നു. അല്ലെങ്കിൽ വെല്ലുവിളിക്കുക മീൻസ് നമ്മളതിനെ ക്ഷണിച്ചിരുന്നു. നമ്മളിങ്ങനെ നിരന്തരമായി ഇങ്ങനെ സംവാദത്തിനുണ്ടോ അമ്മികുത്താനുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ പറഞ്ഞു. ഇനി അതല്ല വീഡിയോകൾ വഴി ആ സംവാദം തുടരാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം, ഒരു കുഴപ്പമില്ല. നേരിട്ട് തന്നെ സംവദിച്ചാലേ സംവാദമാകുന്നൊന്നുമില്ല. ആശയപരമായ സംവാദങ്ങളാണ്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇപ്പൊ തലയിൽ ചക്ക വീണ് അവിടെ നിൽക്കുകയാണ്. ആ നിന്ന സംവാദം ഉണ്ടല്ലോ, സംവാദം അല്ലെങ്കിൽ ഖണ്ഡനം, എന്ത് പേരിട്ടാലും കുഴപ്പമില്ല, അത് തുടരണം. അതുകൊണ്ട് അത് നേരിട്ട് വന്നുകൊണ്ട് പറ്റുമെങ്കിൽ അത് നല്ല കാര്യം. അതല്ല പിന്നെ ഓൺലൈനായിട്ട് ഇതുപോലെയുള്ള പിന്നെ സെഷനുകൾ വഴിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ. അതുമല്ല പിന്നെ നിങ്ങൾ സ്വന്തമായി വീഡിയോ ഇട്ടുകൊണ്ട് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെ, കുഴപ്പമില്ല. ഏത് മാർഗത്തിലായാലും ഈ വിഷയത്തിൽ അവസാനം ചക്ക വീണ് നിൽക്കുന്ന അവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അത് തുടരണം. അതാണ്. അതുകൊണ്ട് ഈ ഒരു സംവാദ വെല്ലുവിളി ഉള്ളത് കൊണ്ട് മറ്റേതിൽ പിന്നെ ഇപ്പോഴുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരുന്നില്ല എന്നും പറയുന്നില്ല. ഈ ഒരു വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം. ഓക്കെ, അപ്പോ അതിലേക്ക് തിരിച്ചു വരണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഓൾറെഡി തുടങ്ങി വെച്ചൊരു സാധനമാണല്ലോ.
ഓൾറെഡി തുടങ്ങി വെച്ച് മുന്നോട്ട് പോയ ഒരു ചർച്ചയാണ്. അത് തുടരാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോ നുണ പിടിക്കപ്പെട്ടതൊന്ന്, നിലനിൽക്കുന്ന വെല്ലുവിളി രണ്ടാമത്. എന്നിട്ട് ഇപ്പോ പുതിയൊരു വെല്ലുവിളിയും കൂടി വന്നിരിക്കുകയാണ്. പുതിയൊരു വെല്ലുവിളി, ആ വെല്ലുവിളിയുടെ ആ വിഷയങ്ങൾ കണ്ടാൽ വളരെ രസമാണ്. ഒരു സംവാദമാണ് കേട്ടോ. സംവാദം എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദവും ഉണ്ടാവും, രണ്ട് ആശയങ്ങളുണ്ടാവും. എന്നിട്ട് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു ദൈവമാണോ, ഇസ്ലാം മാനവികമാണോ, മുഹമ്മദ് ഉത്തമ മാതൃകയാണോ, ഇതൊക്കെയാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംവദിക്കുന്നതാണ് സംവാദം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് വൺ സൈഡഡ് ആയിക്കൊണ്ടുള്ള വിഷയങ്ങളാണ്. അതായത് ഇങ്ങോട്ട് മാത്രം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഓക്കെ ആണ് കേട്ടോ, ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ലെറ്റ്സ് ടോക്ക് അറ്റ് UAയുടെ ലിങ്ക് താഴെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിലും ഞങ്ങൾ റെഡിയാണ്, ഇതിലെല്ലാത്തിലും ഞങ്ങൾ സംശയ നിവാരണമൊക്കെ നടത്തി തരാം. പക്ഷെ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ ഒരു ഭാഗത്ത് നിരീശ്വരവാദികളുണ്ട്, മറുഭാഗത്ത് മുസ്ലിങ്ങളുണ്ട്. അവിടെ മുസ്ലിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ ഇതിന്റെ ഈ വിഷയങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് വരാം. അതിനപ്പുറത്ത് വൺ സൈഡഡ് ആയിക്കൊണ്ട് മുസ്ലിങ്ങൾ അങ്ങോട്ട് മാത്രം, ഞങ്ങളോട് ഇങ്ങോട്ടൊരു ചോദ്യമോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വൺ സൈഡഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ വൺ സൈഡഡ് ആയിട്ട് ഈ സംവാദങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന മറ്റൊരു സംവാദ വിഷയങ്ങൾ, 3 സംവാദ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി വെക്കാം. നിരീശ്വരവാദമാണോ ശാസ്ത്രമാണോ ശരി, നിരീശ്വരവാദം മാനവികമാണോ, എക്സ് മുസ്ലിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ്. ഈ 3 സംവാദ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും വെക്കുകയാണ്. ഓക്കെ, അപ്പോ വൺ സൈഡഡ് വിഷയങ്ങൾ വെക്കുമ്പോൾ ഇങ്ങോട്ട് മാത്രം പോരല്ല, അങ്ങോട്ടും കുറച്ച് വൺ സൈഡഡ് വിഷയങ്ങൾ പറയാം. ഈ വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറാണോ? എക്സ് മുസ്ലിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണോ എന്നുള്ള വിഷയത്തിൽ നിങ്ങളും തമ്മിൽ സംവാദം നടത്തി എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ലേ? അപ്പൊ അത് ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അത് അങ്ങനെയുള്ള ഒരു സംവാദത്തിന് തയ്യാറാണോ എന്ന് അറിയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയങ്ങൾ കൂടി പരിഗണിക്കാം. അതല്ലാന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ രണ്ടാമത് നമ്മളിപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ അതൊരു സംവദിക്കാൻ, അതെങ്ങനെയാണ് എക്സ് മുസ്ലിങ്ങൾ സാമൂഹ്യ വിരുദ്ധരോ എന്നുള്ളത് അത് ഒരു സൈഡോട്ടുള്ളത് മാത്രമല്ലേ, തിരിച്ചും വേണ്ടേ എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നുണ്ടാവും അല്ലെ. നിരീശ്വരവാദമാണോ ശാസ്ത്രമാണോ ശരി, അതെങ്ങനെ ശരിയാവുക, ഇപ്പുറത്തേക്കും വേണ്ടേ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. നിരീശ്വരവാദം മാനവികമോ, അവിടെ നിരീശ്വരവാദവും ആണോ ഇസ്ലാമാണോ മാനവികം എന്ന് ചോദിച്ചാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ ഇപ്പുറത്തും ആലോചിച്ചൊക്കെ വൺ സൈഡഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നു, ഈ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു സംവാദത്തിനെ സംബന്ധിച്ചിടത്തോളം വാദമുണ്ടാകും, പ്രതിവാദമുണ്ടാകും. ആ വാദങ്ങളും പ്രതിവാദങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഫോർമാറ്റ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ സംവാദത്തിന് പറ്റുന്നുണ്ടെങ്കിൽ, അതിന് ആംബിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ലെറ്റ്സ് ടോക്ക് അറ്റ് UA സെഷൻസിലോ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്കത് നടത്താം. അതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ 2 സൈഡഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവാദ വിഷയം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. തയ്യാറുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അത് അറിയിക്കുക. ഓക്കെ, ഞങ്ങൾ പറയുന്നത് ഈ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ, ഇസ്ലാമിന്റെ ധാർമ്മികത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അല്ലെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനം ഇല്ലാന്ന്. അതുകൊണ്ട് ഞങ്ങൾ വെക്കുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിബേറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, മുസ്ലിം പക്ഷം ഞങ്ങളുടെ വാദം എന്ന് പറയുന്നത് ഇസ്ലാമിക ധാർമ്മികതയാണ് യുക്തിസഹം. ഇതിന്റെ ഇടയിൽ കുറെ ഇസ്ലാം ചർച്ച ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയാൻ പറ്റൂല, അങ്ങനെയാണ് ഇവരുടെ അല്ല. വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ വിഷയം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇസ്ലാമിക ധാർമ്മികതയാണ് യുക്തിസഹം, അതായത് ലോജിക്കലി കൊഹറന്റ് ആയിട്ടുള്ളത്. നിരീശ്വരവാദ ധാർമ്മികത യുക്തിസഹമല്ല, ലോജിക്കലി ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇനി തിരിച്ചുള്ള വാദം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ, 2 സൈഡഡ് ആണ് ടോപ്പിക്. നിരീശ്വരവാദത്തിന്റെ അല്ലെങ്കിൽ നാസ്തിക പക്ഷം എന്ന് പറയുന്നത് നിരീശ്വരവാദ ധാർമ്മികതയാണ് യുക്തിസഹം, ലോജിക്കലി കൊഹറന്റ്. ഇസ്ലാമിക ധാർമ്മികത യുക്തിസഹമല്ല അല്ലെങ്കിൽ യുക്തിപരമല്ല, ലോജിക്കലി ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള. ഇനി മാത്രമല്ല, നമ്മളൊരു ഡിബേറ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രമാണങ്ങളടക്കം പ്രപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു ബേസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലോസ് ഓഫ് ലോജിക്കും ഒതന്റിക് ആയിട്ടുള്ള സയന്റിഫിക് പേപ്പേഴ്സും ആയിരിക്കും അടിസ്ഥാനമായിട്ട് ഉണ്ടാവുക. ഈ ലോസ് ഓഫ് ലോജിക്കും ഒതന്റിക് സയന്റിഫിക് പേപ്പേഴ്സും അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് മുസ്ലിം പക്ഷത്തിന്റെയും നാസ്തിക പക്ഷത്തിന്റെയും ഈ സംവാദം നടത്താം. അതിന് ഇപ്പം തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്തോളൂ. അതല്ല, എപ്പോഴാണോ നിങ്ങൾ തയ്യാറാവുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സംവാദം. ഇനി അപ്പുറത്താണ് മറുപടി വരേണ്ടത്, അതിന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്നോട്ടെ, എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കത് കാണാം. അപ്പോ ഇതിൽ ഏതായാലും അതിന്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ കൂടെ സേഫ് ടോക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. എന്നാലും ജസ്റ്റ് 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലും ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്.
അതെന്താ ചോദിച്ചാൽ നമ്മൾ സംവാദത്തിന് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ഇവരെ സംവാദത്തിന് വിളിച്ചാൽ റെഡി ആവില്ല, എസൻസ് ഇവരെ സംവാദത്തിന് വിളിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോ ഒന്നാമത്തെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ശരിയാണ്, എസൻസിന്റെ പ്രതിനിധി എന്നെ വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചതെന്നറിയോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ അവർ വിളിച്ച പ്രോഗ്രാം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഒരു സംവാദത്തിനല്ല, ഐ മീൻ ഒരു പിന്നെ കൃത്യമായ രണ്ടു കൂട്ടർക്കും ഒരേ സമയം കിട്ടുന്ന ഒരു സംവാദത്തിനല്ല വിളിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു 4-5 ആളുകൾ വിളിക്കും. അതിൽ 3 ആളുകൾ നിരീശ്വരവാദികളായിരിക്കും, ഒരാൾ മുസ്ലിമും, ഒരാൾ ക്രിസ്ത്യനും, ഒരാൾ ഹിന്ദു ആയിരിക്കും. എന്നിട്ട് ആകെ 50 മിനിറ്റ് ഉള്ള ഒരു സെഷനിൽ 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ കിട്ടും. അപ്പോ അതിനാണ് വിളിച്ചിട്ടുള്ളത്. ആ വിളിച്ചതിന് പോകാൻ തയ്യാറാവൂല എന്നുള്ളത് അതേപോലെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ UAE-ലോ മറ്റെവിടെ പോയതായിരുന്നാണ് എന്റെ ഓർമ്മ, യാത്രയിലാണെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ കോൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിനെയാണ് പിന്നെ ഇവര് സംവാദത്തിൽ നിന്നും മുങ്ങി എന്നുള്ളതൊക്കെ. മാത്രമല്ല, എസൻസിന്റെ ആളുകളുമായി ചില അവസാന സംവാദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ആർക്കാണ് സംവാദ പേടി എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതെന്ന് വെച്ചാല് പരിണാമ സിദ്ധാന്തവുമായി അല്ലെങ്കിൽ പരിണാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവാദവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചയാണ്. വേണമെങ്കിൽ അത് മൊത്തത്തിൽ വോയിസ് അടക്കം കേൾപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പേഴ്സണൽ ചാറ്റ് ആയതുകൊണ്ടാണ് മൊത്തത്തിൽ കേൾപ്പിക്കാത്തത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് അത് പറഞ്ഞത് മാത്രം. അവസാനം നമ്മളാണ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2023 ഒക്ടോബർ 22-ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വാദം എന്താണ്? അവര് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് നമുക്കില്ലാത്തൊരു വാദത്തിന്റെ പേരിൽ സംവാദം നടത്താനാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നമുക്കുള്ള വാദം വെച്ചിട്ടല്ലേ സംവാദം നടത്താൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വാദം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വോയിസ് അയച്ചിരുന്നു. അതിനുശേഷം പിന്നെ മറുപടി ഇല്ലാത്തത് മറുഭാഗത്ത് നിന്നാണ്, അല്ലാതെ ഞങ്ങളല്ല എന്ത് ചെയ്തിട്ടുള്ളത് എസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ നിന്ന് മാറിയിട്ടുള്ളത്. ഇതാണ് അവസാനം അവരുമായി നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ഈ പറഞ്ഞ ഈ എഴുത്തിലടക്കമുള്ള സിൻഡോ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുമായി നടത്തിയിട്ടുള്ള സംസാരത്തിന്റെ അവസാനത്തതാണ്. ഇതിന് പിന്നെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ ആരാണ് സംവാദം? പിന്നെ ഞാൻ ഈ പറയുന്നത് പോലെ സംവാദ പേടി എന്നൊക്കെ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നിങ്ങളിപ്പോ എല്ലാവരും ലൈവ് കാണുന്നുണ്ടല്ലോ. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ചാനലിലേക്ക് പോയിട്ട് ഡിബേറ്റ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കാം. അതിൽ എണ്ണി നിങ്ങൾക്ക് ഞങ്ങൾ നടത്തിയിട്ടുള്ള സംവാദങ്ങൾ ഏതൊക്കെയാണ്. ഈ ഇത്രയും സംവാദങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളോടാണ് നിങ്ങൾ പറയുന്ന സംവാദ പേടി. ഒന്നാമത്തെ സംവാദം, ഇസ്ലാമും നിരീശ്വരവാദവും ഭൗതിക അട്ടിത്തറാർക്ക്. ഒരു ഇസ്ലാമുമായി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഒന്നാമത്തെ സംവാദം തന്നെ ഇസ്ലാമും നിരീശ്വരവാദവും ഭൗതിക അടിത്തറ ഷാഹുൽ ഹമീദും മുഹമ്മദ് ഖാനും. രണ്ടാമത്തത്, ചരിത്രത്തിൽ ആദ്യമായി കേരളീയ നാസ്തികർ ചോദ്യങ്ങളെ നേരിട്ടപ്പോൾ അങ്ങോട്ട് ചോദിച്ച ചോദ്യം. അതേപോലെ തന്നെ പിന്നെ ഉള്ള ഡിബേറ്റ് എന്ന് പറയുന്നത് ഞാനും മുഹമ്മദ് ഖാനും നടന്നത്. നിരീശ്വരവാദിക്ക് വിശ്വാസിയോട് ചോദിക്കാനുള്ളത് എന്ന പേരിൽ 2 പാർട്ടായിട്ടുള്ള സംവാദം. ഇതില് ഫുള്ളി ഇസ്ലാമിക് മാത്രമായിരുന്നു, ഇസ്ലാമിക വിഷയങ്ങൾ മാത്രമായിരുന്നു ചോദ്യങ്ങൾ. ഏകദേശം 2 മണിക്കൂറും 1:40 എന്ന് വെച്ചാൽ പിന്നെ 3 മണിക്കൂർ 41 മിനിറ്റുമുള്ള അത്രയും നേരം ഇസ്ലാമിക വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. പിന്നെ LGBTQ ധാർമ്മികമോ സൗഹൃദ സംവാദം, മനുഷ്യനാവശ്യം മതമോ നാസ്തികതയോ, പിന്നെ നമ്മുടെ നജീബിക്കയും അതുപോലെ തന്നെ പങ്കജ് നാബിനും തമ്മിലുള്ള സംവാദം 6 എണ്ണമായി. ഇനി LGBT ഡിബേറ്റ് കേരളത്തിൽ അല്ല ലോകത്തിൽ തന്നെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള LGBT വിഷയത്തിൽ ഒറ്റ ഡിബേറ്റ് നടന്നിട്ടുള്ളൂ എന്നാണ് എന്റെ ഇതുവരെയുള്ള അറിവ്. കേരളത്തിൽ ഒറ്റന്നേ നടന്നിട്ടുള്ളൂ. അത് നമ്മുടെ ചാനൽ നമ്മുടെ UA നടത്തിയിട്ടുള്ള സംവാദമാണ് LGBT ഡിബേറ്റ് വിത്ത് ശീതൽ ശ്യാം, 7ാമത്തെ സംവാദം. അതേപോലെ തന്നെ 8ാമത്തെ സംവാദം ഷാഹുലും അതുപോലെ തന്നെ എസൻസിന്റെ പ്രഭാഷകനായിട്ടുള്ള അനൂപ് ഐസക്കും തമ്മിൽ നടന്നിട്ടുള്ള ദൈവമുണ്ടോ എന്നുള്ള സംവാദം. അതേപോലെ തന്നെ 9ാമത്തെ സംവാദം നമ്മുടെ സയൂബിക്കയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും തമ്മിൽ നടന്നിട്ടുള്ള ദൈവാസ്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള 2 പാർട്ടുള്ള സംവാദം. അതേപോലെ തന്നെ പിന്നെ നടത്തിയിട്ടുള്ള മൈത്രേനുമായി നടന്ന 11ാമത്തെ സംവാദം മൈത്രേനുമായി നടത്തിയിട്ടുള്ള സംവാദം. 12ാമത്തത് സംവാദം നടന്നിട്ടില്ല, റിയാസ് സലീമുമായിട്ടുള്ള സംവാദമായിരുന്നു. റിയാസ് സലീം അതിൽ നിന്ന് പിന്മാറുകയുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു സംവാദമായിട്ട് വേണമെങ്കിൽ കൂട്ടണ്ട. 12ാമത്തത് അതായിരുന്നു. 13ാമത്തത് നമ്മുടെ ജലേഷും അതുപോലെ തന്നെ സാരിഫ്കയും തമ്മിൽ നടന്നിട്ടുള്ള ദൈവാസ്തിത്വം അനിവാര്യമോ എന്നുള്ള സംവാദം. 14ാമത്തത് ജെൻഡർ പൊളിറ്റിക്സിനെ യുക്തിപരമായി എതിർക്കാൻ സാധിക്കുന്ന ആർക്ക് ഒരു അൺവോക്ക് ടീമുമായി നടത്തിയിട്ടുള്ള സംവാദം. അതേപോലെ പിന്നുള്ളത് ഫ്രണ്ട്ലി ഡിബേറ്റ് DYFIയുടെ അഡ്വക്കേറ്റ് KP രോഹിതുമായി നടത്തിയിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി സ്കൂളുകളിലേക്ക് വേണമെന്നുള്ള സംവാദം. പിന്നെ ഉള്ളത് ചാനൽ ഡിബേറ്റ് ആണ്, ആണും പെണ്ണും അല്ലാത്തവരുണ്ടോ എന്നുള്ള റിപ്പോർട്ടർ TVയിലുള്ള ചാനൽ ഡിബേറ്റ് വിത്ത് സണ്ണി M കപ്പിക്കാട്. 17ാമത്തെ സംവാദം നമ്മുടെ സ്വന്തം ജബ്ബർ മാഷുമായിട്ടുള്ള സംവാദം.
അതോടുകൂടിയാണ് ജബ്ബാർ മാഷ് നിരീശ്വരവാദത്തിൽ നിന്ന് നിരല്ലാഹുവാദത്തിലേക്കൊക്കെ മാറിയത്. അപ്പോ ആ ഒരു സംവാദം അത് വളരെ പിന്നെ നിരീശ്വരവാദ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത സംവാദമായിരുന്നു. അതെല്ലാവർക്കും കാണാൻ സാധിക്കും. അതാണ് 17ാമത്തെ സംവാദം. 18ാമത്തെ സംവാദം ആദം ഹാരി എന്ന് പറയുന്ന LGBT ആക്ടിവിസ്റ്റുമായി റിപ്പോർട്ടർ ചാനലിൽ തന്നെ നടത്തിയിട്ടുള്ള സംവാദമാണ്. അങ്ങനെ മൊത്തം 18 സംവാദങ്ങൾ. അതിൽ ഒന്ന് റിയാസ് അലി പിന്മാറിയത് ഒഴിച്ചാൽ 17 സംവാദങ്ങൾ. പിന്നെ ചാനൽ ഡിബേറ്റ് ഒഴിവാക്കിയാൽ മൊത്തം 15 സംവാദങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ മാത്രം മതി. ഇങ്ങനെ 15 സംവാദങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളോടാണ് സംവാദം പേടി എന്ന് പറയുന്നത്. മാത്രമല്ല വേറെ ചില ആളുകൾ മാത്രമല്ല, നമ്മുടെ ഈ പിന്നെ ക്ലബ് ഹൗസ് ഡിസ്കഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. 66 ചർച്ചകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. 66 ചർച്ചകൾ. അതിൽ പലതും 2, 3, 4, 5, 6 മണിക്കൂറുകൾ വരെ നീണ്ടുപോയിട്ടുള്ള ചർച്ചകൾ വരെ ഉണ്ട്. അങ്ങനെയുള്ള 66 ക്ലബ് ഹൗസ് ഡിബേറ്റുകൾ നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ പിന്നെ ഏത് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, നമ്മുടെ ചാനലിലുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ 66 സംവാദങ്ങളും കാണാൻ സാധിക്കും. ഇങ്ങനെ നിരന്തരമായി സംവാദങ്ങളിലൂടെ മാത്രമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മളോടാണ് പറയുന്നത് സംവാദ പേടി എന്നുള്ളത്. അപ്പോൾ ഏതായാലും അത് ആളുകൾ വിലയിരുത്തും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇസ്ലാം ചർച്ച ചെയ്യാൻ ഭയം. നേരത്തെ പറഞ്ഞു, ഞങ്ങൾ നടത്തിയിട്ടുള്ള സംവാദങ്ങളിൽ തന്നെ പകുതിയോളം സംവാദങ്ങളും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളാണ്. മാത്രമല്ല ഇസ്ലാമിക വിഷയങ്ങൾ മാത്രം വെച്ചുകൊണ്ട് തുറന്ന ചർച്ചകൾ ഒരുപാടെണ്ണം. ഇസ്ലാമിക സ്വത്തവകാശം, തട്ടം, അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വിവാഹം, ഇവരുടെയൊക്കെ ഹോൾമാർക്ക് വിമർശനങ്ങൾ, അതുപോലെ തന്നെ അടിമത്തം, ഇതൊക്കെ പിന്നെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ. ഇപ്പൊ നമ്മുടെ ചാനലിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോടാണ് പറയുന്നത് ഇസ്ലാം ചർച്ച ചെയ്യാൻ ഭയമാണ് എന്ന്. അപ്പൊ ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും, അതുപോലെ തന്നെ നാസ്തികത ഞങ്ങൾ ചർച്ച ചെയ്യും. വൺ വേ ആയിട്ട് പോകാന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ കൃത്യമായ ഒരു ഡിബേറ്റ് ടോപ്പിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിബേറ്റ് ടോപ്പിക്കും ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആര് അത് ഏറ്റെടുക്കും എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടറിയണം. ഓക്കെ, അപ്പൊ ഇതില് പിന്നെ ഇവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിബേറ്റ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം കുറച്ച് കാര്യങ്ങൾ സംവാദത്തിന്റെ സമയം പറയുന്നു. സംവാദത്തിന്റെ സമയം അവര് കൂടി പറഞ്ഞാലല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് പറയട്ടെ. അദ്ദേഹം ഇങ്ങോട്ട് അറിയിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം ലിങ്കിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് സംവാദാക്കാം. നൗ റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ ഏതായാലും പിന്നെ ഇതാണ് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം. ഞങ്ങൾ ആ ബാലൻസ്ഡ് ടോപ്പിക് അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് മറുഭാഗത്ത് ഏറ്റെടുക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും പിന്നെ അവർ മുന്നോട്ട് വെച്ച ആ ഒരു ഡിബേറ്റ് ടോപ്പിക്കില് അതിന്റെ അബ്സർഡിറ്റി കൂടി നമുക്കൊന്ന് കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. സയൂബ്ക കേൾക്കണ്ടോ? അപ്പോ ഇവിടെ പിന്നെ ഇദ്ദേഹം മുന്നോട്ട് വെച്ച 3 ടോപ്പിക്കുകൾ ഭയങ്കര രസകരമായിട്ടുള്ള, ആർത്ത് ചിരിക്കാൻ ഒരുപാട് വക നൽകുന്ന ടോപ്പിക്കുകളാണ്. ഒന്ന്, അള്ളാഹു ദൈവമാണോ എന്നുള്ളതാണ്. നമ്മളൊക്കെ അറിയുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയായിട്ടുള്ള ആരിഫ് ഹുസൈനാണ്. എന്നിട്ട് മൂപ്പരൊന്ന് ചോദിക്കാണ്, അള്ളാഹു ദൈവമാണോ? ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി വന്നിട്ട് അള്ളാഹു ദൈവമാണോ എന്ന് ചോദിക്കുന്നതിലുള്ള പരിഹാസ്യത, ഇത് ഏതൊരു കുറച്ചൊരു ബുദ്ധി ഉപയോഗിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ? ആരിഫ് ഒന്നും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് വ്യക്തമാക്കേണ്ടത്, ആരിഫിന്റെ കാഴ്ചപ്പാടിൽ ശരിക്കുള്ള ദൈവം എങ്ങനെയാണ് എന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതൊന്ന് വ്യക്തമാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സംവാദമാവാം. എന്താണ് ശരിക്കുള്ള ദൈവം, എന്താണ് ആരിഫിന്റെ കാഴ്ചപ്പാടിൽ? എന്നാ പിന്നെ നമുക്ക് അതാണോ അള്ളാഹു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും അതും ശരിയാണോ എന്ന് നോക്കാം. പക്ഷെ അങ്ങനെ ആരിഫ് വ്യക്തമാക്കി കഴിഞ്ഞാല് പിന്നെ നമുക്ക് നാസ്തികതയിലെ ദൈവമാണോ ഇസ്ലാമിലെ അള്ളാഹു ആണോ ശരിക്കുള്ള ദൈവം എന്നുള്ള വിഷയത്തിലാക്കേണ്ടി ഒരു സംവാദം. അല്ലെങ്കിൽ പിന്നെ ഈ എക്സ് അത്തീസ്റ്റ് ആരിഫുമായിട്ട്, കാരണം ദൈവം ഉണ്ടെന്ന് ശരിക്കുള്ള ദൈവം എന്താണെന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ് അത്തീസ്റ്റ് ആയല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു എക്സ് അത്തീസ്റ്റിനോട് സംവാദം നടത്തേണ്ടി വരും നമുക്ക്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു പ്രമുഖ അത്തീസ്റ്റിനെ നമുക്ക് സംവാദത്തിന് കിട്ടും എന്ന് വിചാരിച്ച് വന്ന ഞങ്ങളപ്പോ ആരായി പിന്നെ എക്സ് അത്തീസ്റ്റിനോട് സംവാദം നടത്തേണ്ടി വരും. അപ്പോ എന്തായാലും സംബന്ധിച്ചിടത്തോളം ദൈവം എന്നുള്ളതിന്റെ അറബി പദമാണ് അള്ളാഹു, അഥവാ ദി ഗോഡ് എന്ന് നമ്മൾ പറയുന്നതിനാണ് അള്ളാഹു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ഈ അള്ളാഹു ദൈവമാണോ എന്ന് ചോദിക്കുന്നത് വളരെ പരിഹാസ്യമായ ഒരു ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ ചർച്ച നടത്തണമെങ്കിൽ, അതായത് ഇസ്ലാമിലെ ദൈവസങ്കല്പം ശരിയായ ദൈവസങ്കല്പമാണോ എന്നുള്ള ഒരു ചർച്ച നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ദൈവവിശ്വാസിയുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്താൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരിഫ് വ്യക്തമാക്കുക, ദൈവവിശ്വാസം അംഗീകരിച്ചു എന്ന് ആരിഫ് വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാണ്. അങ്ങനെ ദൈവം ഉണ്ട്, ദൈവം ശരിയായ ദൈവത്തിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആരിഫ് ഒന്ന് വ്യക്തമാക്കി തന്നാൽ തീർച്ചയായും
ഞങ്ങൾ അത്തരം ഒരു സംവാദത്തിന് റെഡിയാണ്. അപ്പോ ആരിഫ് അത് വ്യക്തമാക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ അത് നമ്മള് പിന്നെ ജബ്ബാറിനെ നിരല്ലാഹുവാദിയാക്കി, നിരീശ്വരവാദിയായ ജബ്ബാറിനെ നിരല്ലാഹുവാദിയാക്കിയ പോലെ ആരിഫിനെ ഒരു ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കും എങ്കിൽ അതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോ എന്താണ് ഇതിന് പറയാന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോ ആരിഫ് എന്തായാലും ഒന്നെങ്കിൽ എത്തീസം വിട്ടിട്ട് ദൈവവിശ്വാസത്തോട് അടുക്കുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട്, ഒരു ശുഭ സൂചനയായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. അതോ ഇനി ആർഗ്യുമെന്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അതോ ഇനി ഉരുണ്ട് കളിക്കുമ്പോ ഇതൊന്നും ആലോചിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാഞ്ഞിട്ടാണോ, അതോ ആശാന് ശരിക്കും വട്ടാണോ, ഇതിലേതാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോ അതാണ് ആദ്യത്തെ സംവാദ വിഷയമായിട്ട് ഉന്നയിച്ചതിന്റെ അവസ്ഥ. ഓക്കെ, അപ്പൊ എന്തായാലും ആരിഫ് അത് വ്യക്തമാക്കുമെന്ന് കരുതുന്നു. ഇനി രണ്ടാമത് ആരിഫ് കൊണ്ടുവന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാനവികമാണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ മാനവികം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നമുക്കറിയാം ഹ്യൂമനിസം എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. അത് വല്ലതാണോ ഉദ്ദേശിക്കുന്നത്? അതാണെങ്കിൽ പറയാനുള്ളത് ഹ്യൂമനിസം അല്ല ഇസ്ലാം. കാരണം അത് വേറൊരു ആശയമാണ്. ഇസ്ലാം വേറെ സ്വന്തമായിട്ടുള്ള അസ്തിത്വമുള്ള ഒരു ആശയമാണ്. ഇസ്ലാമാണ്, ഹ്യൂമനിസം ആണെങ്കിൽ ഹ്യൂമനിസമാണ്. അതല്ല ഇനി മാനവികം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഗുണമുള്ള കാര്യമാണോ എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ ആവശ്യം. ഇസ്ലാമാണോ നിരീശ്വരവാദമാണോ മനുഷ്യന് ഗുണം? നിരീശ്വരവാദം ഗുണമല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്കുണ്ട്. നിരീശ്വരവാദം മനുഷ്യന്റെ സൈക്കോളജിക്കൽ ലെവലിൽ മനുഷ്യന് ഒരുപാട് സ്ട്രെസ് കൂട്ടുന്നു, ദൈവവിശ്വാസം പൊതുവെ സ്ട്രെസ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ, കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പിയർ റിവ്യൂഡ് പേപ്പേഴ്സ് മുന്നിൽ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിരീശ്വരവാദം സൈക്കോളജിക്കൽ ലെവലിൽ മനുഷ്യന് ദോഷമാണ്, അല്ലെ? അപ്പോ ആ രീതിയിൽ അപ്പൊ ഇത് ആരിഫാണ് വ്യക്തമാക്കേണ്ടത്. അപ്പൊ എന്തായി കഴിഞ്ഞാലും വളരെ പരിഹാസ്യമായിട്ടുള്ള വിഷയങ്ങളാണ് ആരിഫ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സംവാദ വെല്ലുവിളിയായിട്ട്, അല്ലെങ്കിൽ സംവാദത്തിനുള്ള ക്ഷണമായിട്ട്, വെല്ലുവിളി എന്ന് പറയേണ്ട ക്ഷണം ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്വീകരിക്കും എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ആരിഫ് മുന്നോട്ട് വെച്ച സംവാദ വിഷയങ്ങളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംഗതി, മുഹമ്മദ് ഉത്തമ മാതൃകയാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോ ആരിഫ് ഇവിടെ വ്യക്തമാക്കേണ്ടത് എന്താ വെച്ചാൽ എന്താണ് ഉത്തമ മാതൃക എന്നുള്ളതാണ്. കാരണം ആരിഫിന്റെ വീക്ഷണത്തിൽ നമ്മൾ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ചർച്ചയിലൊക്കെ ഒരുപാട് വന്നതാണ്. എല്ലാം യാദൃശ്ചികമായി വെറുതെ കറങ്ങുന്ന സാധനങ്ങളാണ്, അല്ലെ? കുറെ ആറ്റങ്ങളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും വെറുതെ കറങ്ങുമ്പോൾ, ഒരു ലക്ഷ്യബോധമില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ കറങ്ങുമ്പോൾ കൂട്ടിയിടിച്ച് വന്ന ഓരോ സാധനങ്ങളാണ് നമ്മളൊക്കെ മനുഷ്യർ. അപ്പൊ മനുഷ്യരുടെ തലയിൽ നടക്കുന്ന കാര്യങ്ങളോ അതുപോലെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ കൂട്ടിയിടിക്കുമ്പോൾ വരുന്ന ചിന്തകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഈ ശരി തെറ്റ് എന്നുള്ളതിനൊന്നും ആരിഫിന്റെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഭൗതികവാദിയുടെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ല, ശരി തെറ്റ് എന്ന് പറയുന്നതിൽ. പിന്നെ അവിടെ എന്താണ് ഈ മാതൃക എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളത് ആരിഫ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. പിന്നെ അപ്പോ ഒരു കാര്യത്തിൽ ശരിയുണ്ട് തെറ്റുണ്ട്. അപ്പൊ ശരിയും തെറ്റും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അവിടെ ഇന്നത് മാതൃക അല്ല എന്ന് പറയാൻ കഴിയും. അതേപോലെ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ, അല്ലെ? ആരിഫിന്റെ ഈ ഭൗതികവാദ ലോകവീക്ഷണത്തിൽ നോക്കിയാൽ മനുഷ്യന് തെരഞ്ഞെടുക്കാനൊന്നും കഴിയില്ല. കാരണം എല്ലാം എന്തൊക്കെയോ യാന്ത്രികമായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. മനുഷ്യന്റെ തലച്ചോറിൽ നടക്കുന്നതും മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവൻ നടക്കുന്നതും യാന്ത്രികമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളാണ്. കുറെ റോബോട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പിന്നെ കറണ്ടും ഒക്കെ പാസ് ചെയ്യുമ്പോൾ നടക്കുന്ന റിസൾട്ട് മാത്രമാണ്. അപ്പോ അവിടെ പ്രത്യേകിച്ച് ധാർമ്മികതക്കൊന്നും അർത്ഥമില്ല. അപ്പോ അവിടെ മാതൃകയാണോ എന്നുള്ള ചോദ്യത്തിന് മാതൃക എന്നുള്ള സംഗതി ആരിഫിന്റെ ലോകവീക്ഷണത്തിൽ എങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനെ ഒരു ധാർമ്മികത എന്ന് പറയുന്ന സാധനം തന്നെ അവിടെ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് ആരിഫ് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ ആരിഫിന്റെ സംവാദത്തിന് ഉന്നയിച്ച വിഷയങ്ങളുടെ തന്നെ ഒരു പരിഹാസ്യത. അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് ആദ്യത്തെ വിഷയമാണ് എന്ന് നമ്മൾ ആർക്കും വ്യക്തമാകും. അപ്പോ ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, ഒരാൾ വന്നിട്ട് പറയാണ്, ഷാജി എന്നുള്ള ആൾക്ക് കാറേ ഇല്ല, അയാൾക്ക് കാറില്ല. എന്നിട്ട് അയാൾ പറയാണ്, ഷാജിയുടെ കാറ് ചോപ്പാണോ
കറുപ്പാണോ എന്ന കാര്യത്തിൽ സംവാദത്തിനുണ്ടോ? അപ്പൊ നീയല്ലേ ഷാജിക്ക് കാറില്ല എന്ന് പറഞ്ഞത്? ഇതേ അവസ്ഥയാണ് ആരിഫ് ഇപ്പോ ചെയ്യുന്നത്, അള്ളാഹു ദൈവമാണോ എന്ന് ചോദിക്കുന്നതിലൂടെ. അപ്പോ ഒറ്റ വാക്കിൽ വീണ്ടും ചോദിക്കാനുള്ളത് ശരിക്കും വട്ടാണോ എന്ന് മാത്രമാണ്. പിന്നെ ഇതില് വേറൊരു കാര്യം, കമന്റിലൊക്കെ ഇന്നയാളായിട്ട് ഡിബേറ്റ് ചെയ്യുക, അന്നാളായിട്ട് ഡിബേറ്റ്, അങ്ങനെ ഓരോ പിന്നെ ബീരാനോട് ഡിബേറ്റ് ചെയ്യും, കോക്കറിനോട് ഡിബേറ്റ് ചെയ്യും, ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ ഓൾറെഡി ഒരു സാധനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന വ്യക്തി എന്നൊന്നുമില്ല. ഞങ്ങൾ ഒരു ബാലൻസ് ടോപ്പിക് പറഞ്ഞു. പിന്നെ അത് കൃത്യമായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ന ആള് പ്രശ്നമാണ് എന്നുള്ളതാണ്, അല്ല ഇന്ന ഈ ഒരു ഇസ്ലാമിന്റെ ധാർമ്മികത പ്രശ്നമാണെന്നാണല്ലോ. അത് ലോജിക്കലി കൊഹറന്റ് ആണെന്ന് ഞങ്ങൾ വാദിക്കുന്നു. നിരീശ്വരവാദ ധാർമ്മികതയുടെ അടിസ്ഥാനം ലോജിക്കലി ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ വാദിക്കുന്നു. അത് തിരിച്ച് നിങ്ങൾക്കും വാദിക്കാനുള്ള ഈ ഒരു ബാലൻസ് ടോപ്പിക് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ആരാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ എല്ലാ വീഡിയോന്റെയും താഴെ ലിങ്ക് ഉണ്ട്. അത് നമ്മൾ ഈ സംവാദ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാത്തിന്റെയും താഴെ ലിങ്ക് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ആർക്കും പ്രത്യേക അങ്ങനെയുള്ള ഒരു പരിഗണനയോ അവഗണനയോ ഒന്നും ഇല്ല. അതുകൊണ്ട് ആർക്കും ആണെങ്കിലും നിങ്ങൾ ആളെ പേര് ഇവിടെ കമന്റ് ചെയ്യുന്നതിന് പകരം അവരുടെ അടുത്ത് പോയിട്ട് ഇതാ ലിങ്ക് ഇതാ ഒന്ന് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ